Hello guys, welcome back to our channel. ഇപ്പോൾ ഇന്നൊരു ലേസി ഡേ ആണ് കേട്ടോ. ഇന്ന് ഇങ്ങനൊരു വ്ളോഗ് എടുക്കണമെന്ന് വിചാരിച്ചില്ല, പക്ഷേ ഇന്നിരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഇന്ന് ഒരു പണിയായിട്ടില്ല. ഇപ്പോൾ സമയം എന്താ പറയുക 11:51. ഇത്രയും സമയമായിട്ടും രാവിലത്തെ ചായയും കടിയായി. വേറൊരു സംഭവമായിട്ടില്ല. അവൻ ഉറങ്ങുമ്പോൾ അതിലെന്നാ ഞാൻ എടുക്കണ്ടേ? അതില്ല. എന്നാ പരിപാടി ഇത്? ഇങ്ങോട്ട് നോക്ക്. നമ്മുടെ താറാവിൻ്റെ അപ്പുറം കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം ഇന്നത്തെ ഒരു ഡേ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ പൊന്നേ അനിഷ്ടായിട്ടാ. അപ്പോൾ ഗൈസ് നമ്മളെ കുളിപ്പിച്ച് കുത്താടിപ്പിക്കണം. ഒരു മണിക്കൂറോളം തുടങ്ങിയ കച്ചേരിയാണ്. പുള്ളിക്കാരൻ ഒരേ കരച്ചിൽ, ബട്ടണൊക്കെ പൊട്ടിച്ചു. വെറുതെ കഴിയുവാണേ ഇവൻ. ഉറങ്ങും വേണ്ട അവന്, പാലും കുടിക്കണ്ട അവന്. നമ്മുടെ ഇപ്പോൾ ഒരു കുഴപ്പമില്ല, ക്യാമറ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ വൈകുന്നേരം വരെ ഇങ്ങനെ ഇരിക്കണം എന്നാ? ഉറങ്ങണ്ടേ? ഇവൻ ഉറങ്ങിയാലേ എനിക്ക് പണിയെടുക്കാൻ പറ്റുള്ളൂ. സംഭവം എന്നെ കുളിപ്പിച്ചിട്ട് തോർത്തി കുപ്പായ ഇടിപ്പിക്കാൻ തൊട്ട് കരച്ചിൽ തുടങ്ങിയതാണ്. ഇപ്പം ക്യാമറ കാണുമ്പോൾ നല്ല ആ ആ ഓ ഞാനും കരഞ്ഞിനി. ഹലോ, അച്ഛയാണോ? അച്ഛയാണോ വെച്ചിനെ? ഇത് അമ്പളൂന്ന് കുക്കേ. ഹലോ ടാറ്റ പോണ്ടേ? ഇന്ന് ടാറ്റ പോണ്ടേ? ടാറ്റ വരുന്നുണ്ടോ? നീ പഞ്ഞ ടാറ്റ വരുന്നുണ്ടാത്ത താത്ത താത്ത പോണ്ടേ, താത്ത താത്ത പോണ്ടേ. ഓ വരുന്നില്ലേ ഗായ്സ്? അവൻ എങ്ങനെ ഉറങ്ങുന്നില്ല. ഉറക്കം വരുന്നുണ്ട് പുള്ളിക്ക് നല്ലോണം, പക്ഷെ ഉറങ്ങുന്നില്ല. ക്ലീൻ ചെയ്യാനുണ്ട്. അതുപോലെ പാത്രമൊക്കെ കഴുകി അടുക്കളയൊക്കെ ക്ലീൻ ചെയ്യലാണ് മെയിൻ. കാരണം ഇന്ന് അങ്ങോട്ട് പോവല്ലേ, അപ്പം അതിൻ്റെതായിട്ടുള്ള പണിയുണ്ട്. പിന്നെന്താ, പിന്നെ കുറച്ച് പാക്കിംഗ് ഉണ്ട്. ഇതെല്ലാം ഉണ്ട്. സമയം 1 മണി ആവാറായി. 3 മണിയാകുമ്പം ഏട്ടൻ വരുന്നു പറഞ്ഞു പോവാൻ വേണ്ടിട്ട്. ഇവൻ ഉറങ്ങാണ്ട് ഒരു കാര്യം നടക്കൂല. ഉറങ്ങി കിട്ടിയാൽ ഞാൻ വേഗം ചെയ്യും. പക്ഷെ നേരത്തെ ഉറങ്ങിയായിരുന്നു കേട്ടോ. പക്ഷെ ഞാനിങ്ങനെ മടി പിടിച്ച് ഞാൻ അങ്ങനെ ഇരുന്നു. അതെൻ്റെ തെറ്റാണ്, എൻ്റെ മാത്രം തെറ്റാണ്, എനിക്കറിയാം. ഓക്കെ, അപ്പം ഇനി അടുത്ത ഉറക്കത്തിനെ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. ഇപ്പം നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് നീങ്ങിയപ്പോണ്. ശങ്കരന് ഉറങ്ങുന്ന ഒരു ലക്ഷണവുമില്ല. അവിടെ നമ്മളിങ്ങനെ ബാഗിലാക്കിയിട്ട് ഇതൊരു ബാഗിലാക്കിയിട്ട് നമ്മൾ പണിയെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. സ്റ്റാർട്ട് ചെയ്യട്ടാ, അല്ലെങ്കിൽ ഈ കക്ഷി ഉറങ്ങത്തുമില്ല, എൻ്റെ പണിയാവത്തില്ല. ക്ലീനിങ് മാത്രം നടക്കും. പാത്രം കഴുകൊക്കെ ഇവൻ്റെ മേത്ത് വെള്ളമാവുന്നുണ്ട്. ഞാൻ പാത്രം കഴുകില്ല, അത് ക്ലീനൊക്കെ ചെയ്തു. ചന്ദ്രനെ ഉറക്കം വരാൻ തുടങ്ങി. ഞാൻ പാൽ കൊടുത്തിട്ട്
വാവ ഉറങ്ങി. ഇനി എനിക്ക് കിച്ചൺ വൃത്തിയാക്കണം. കിച്ചൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം. വളരെ ബോറായാണ് നടക്കുന്നത്. ഞാൻ വൃത്തിയാക്കുന്നതെന്ന് കാണുമ്പോഴേ എന്താ പറയുക, കുറച്ചും കൂടെ അലങ്കലാക്കിയിടും. അപ്പോൾ അത് നമുക്കിങ്ങനെ വൃത്തിയാക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള രസത്തിൽ അങ്ങെടുക്കാൻ പറ്റും. അപ്പോൾ പിന്നെ വൃത്തിയായി അത് നല്ലോണം അലങ്കോലമായിട്ടുള്ള കിച്ചൺ ഏതായാലും റൂമായാലും എല്ലായാലും നല്ല വൃത്തിയാക്കി എടുക്കുമ്പോൾ കാണുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷനില്ലേ, അത് എനിക്ക് മാത്രമാണോ അങ്ങനത്തെ രസമുള്ളത്, ബാക്കി എല്ലാവർക്കും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എനിക്ക് അങ്ങനത്തെ രസമുണ്ട്. അലങ്കോലമായിട്ടുണ്ടെങ്കിൽ ഞാൻ നല്ലോണം അങ്ങ് അലങ്കോലാക്കി ഇട്ടിട്ട് പിന്നെ അങ്ങ് ക്ലീനിങ് അങ്ങ് തുടങ്ങും. പിന്നെ അത് ലാസ്റ്റ് കിട്ടുന്ന ഒരു റിസൾട്ട് ഉണ്ടല്ലോ, അത് കാണുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷനാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചും കൂടെ അലങ്കോലാക്കി. ഇപ്പം ആ ഒരു അവസ്ഥയിലാണ് കിച്ചണുള്ളത്. ഞാൻ അറിഞ്ഞുകൊണ്ടും കൊണ്ട് തന്നെ അങ്ങോട്ട് ഇങ്ങനെ കിടന്നങ്ങ് ചാടും. ഇതാണ് എൻ്റെ ലഞ്ച്. രണ്ട് ദോശയുണ്ട്. എനിക്ക് ദോശ ഭയങ്കര ഇഷ്ടമാണ്, ഉഴുന്ന് ദോശ. കറക്റ്റ് ടൈം ആകുമ്പോഴത്തേക്ക് അവൻ എണീറ്റു. കറക്റ്റ് പണി കഴിയലും അവൻ കിടന്ന് പഠിക്കലും കരയിലും ഒക്കെ ആയിരുന്നു. അങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനി ഏട്ടൻ വന്നിട്ട് കുളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ. ഡ്രസ്സൊക്കെ എടുത്ത് വെക്കാനുണ്ട്. പിന്നെ ഡ്രസ്സൊക്കെ എടുത്ത് വെക്കാനുണ്ട്. അപ്പം ഈ ഏട്ടൻ വന്നതിൻ്റെ ബാക്കി എടുക്കാം. ഏട്ടൻ വന്നതിൻ്റെ ഇനി അടുത്ത പരിപാടികൾ. എനിക്ക് കുളിക്കാനുണ്ട്, ഡ്രസ്സ് എടുത്ത് വെക്കാനുണ്ട്, ഓനും ഉണ്ട്. ഇത്രേ ഉള്ളൂ കേട്ടോ. ബൈ. അടുത്ത ഉറക്കത്തിന് എനിക്ക് കുളിക്കാൻ പറ്റുള്ളൂ. ഇനി അങ്ങനെ ഒരിക്കലും നടക്കില്ലായിരിക്കും. കാരണം ഇനി ഉറങ്ങി എണീക്കുമ്പോൾ അഥവാ ഞെട്ടിട്ടുണ്ടെങ്കിൽ കരവാണെങ്കിൽ എനിക്ക് കുളിക്കുന്നിടത്ത് നിന്ന് ഇറങ്ങി ഓടേണ്ടി വരും. ഉടനെ ഏട്ടൻ വന്നിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു. 2 പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നു അവനെ കളിപ്പിക്കാൻ. അവരപ്പുറം കളിക്കുമായിരുന്നു അവൻ. അപ്പോൾ ആ സമയത്ത് ഞാൻ കുറേ ലഗേജൊക്കെ കൊണ്ടുപോകേണ്ട സാധനങ്ങളെല്ലാം എടുത്തു വെച്ചു. നമ്മളെ സാധനങ്ങളെക്കാളും കൂടുതൽ ഇവൻ്റെ സാധനമായിരുന്നു. കുളിക്കാൻ കയറിയ ഞാനായിരുന്നു. പെട്ടെന്ന് ശങ്കരൻ കരഞ്ഞു. അങ്ങനെ ഇറങ്ങി വന്നു. ഉറക്കം വരുന്നുണ്ട് കുളിക്ക്, പക്ഷെ ഉറങ്ങാൻ നിൽക്കുന്നില്ല. ഉറങ്ങാൻ കിടക്കൊന്നുമില്ല, പാലും കുടിക്കുന്നില്ല. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.